നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആബ്സല്യൂട്ട്ലി സെൻസേഷണൽ വിക്ടറി. അതാണ് ഹൾ സിറ്റിയുടെ ഈ വിജയത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്താണ് യുണൈറ്റഡിൻ്റെ അവസ്ഥ? തീർത്തും സങ്കടകരമാണ്. സർ അലക്സ് ഫെർഗൂസൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു മോഹിച്ച് പിന്നാലെ കൂടിയ ടീമിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ഉള്ളുലയുന്നുണ്ട്. ഒരു പുതിയ സീസണിൻ്റെ തുടക്കമാണ്. ഹൾ സിറ്റി പ്രൊമോട്ട് ചെയ്ത് വന്ന ടീമാണ്. അവരുടെ മുന്നിലാണ് ഈ അവസ്ഥ. നിങ്ങൾ മറ്റേ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി 20 ഷോട്ട് ഉണ്ടല്ലോ, 70% പോൾ പൊസിഷൻ ഉണ്ടല്ലോ എന്നൊന്നും പറയണ്ട. അതിലൊന്നും ഒരു കാര്യമില്ല. അതല്ല കളിക്കളത്തിൽ യഥാർത്ഥം സംഭവിച്ചു. ഫസ്റ്റ് ഹാഫ് തന്നെ പുവർ പെർഫോമൻസ് യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നിന്ന്. എന്താണ് ഇവന്മാർ ചെയ്യുന്നത്? ഇത് സീസണിലെ ആദ്യ കളിയാണ്. എന്നിട്ട് അവർ ഹാഫ് സ്ലീപ്പിൽ കളിച്ച പോലെ അല്ലെങ്കിൽ എക്സോസ്റ്റഡ് ആയ രൂപത്തിൽ കളിച്ച പോലെയാണ് തോന്നിയത്. തീർച്ചയായിട്ടും ഈ ടീമും വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല. രണ്ടാം പകുതിയിൽ പിന്നെ കുറച്ച് നീക്കങ്ങളൊക്കെ നടത്തി നോക്കി. പക്ഷേ ഹൾ സിറ്റി വെൽ ഡിറ്റർമൈൻഡ് ആയിരുന്നു. 2 ഗോളിൻ്റെ ലീഡ് ആദ്യം കിട്ടിയാൽ പിന്നെ അവർ വിട്ടുകൊടുക്കും. അവർ ആ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് വന്ന് പ്രീമിയർ ലീഗിൽ ഇതാ യുണൈറ്റഡിനിട്ട് പണി കൊടുത്തിരിക്കുന്നു. ഈ സീസണിൽ ആദ്യത്തെ സെൻസേഷണൽ വിക്ടറി എന്ന് മാത്രമല്ല, ഒരു ടോപ്പ് ഫ്ലൈറ്റ് ലീഗിൽ ആദ്യമായിട്ടാണ് ഹൾ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തുന്ന കാര്യം കൂടി നോക്കണം. ഈ ടീം ഇങ്ങനെ പോയാൽ എന്ത് നേടും എനിക്കറിയില്ല. അതാണ് ഈ ഒരു മത്സരം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഈ മത്സരത്തിൽ ഹൾ സിറ്റിക്ക് വേണ്ടി അജയും അതുപോലെ നോബിൾ മെൻഡിയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. 2 സെറ്റ് പീസുകളിൽ നിന്നുള്ള ഗോളുകൾ, ഒരു കോർണർ കിക്കിനെ തുടർന്ന് വന്ന ഗോള്, മറ്റൊന്നൊരു ഫ്രീ കിക്കിനെ തുടർന്ന് വന്ന ഗോള്. വല്ലാത്ത അവസ്ഥയാണ് യുണൈറ്റഡിൻ്റേത്. മത്സരത്തിൽ യുണൈറ്റഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ മാത്യൂസ് കുഞ്ഞയും ബ്രൂണോ ഫെർണാണ്ടസും, ഇരു പാർശ്വങ്ങളിൽ ഡോർഗുവും എംബൂമയും. എന്താണ് ഈ ഡോർഗുവിനെ പിടിച്ച് ലെഫ്റ്റ് വിങ് കളിപ്പിക്കുന്നത്? ഇതുകൊണ്ടൊന്നും ആവില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. ഈ ഗിമ്മിക്കൊക്കെ നിർത്തേണ്ട സമയമായി. ഓൾറെഡി ഒരു ഹൈ ക്ലാസ് ലെഫ്റ്റ് ബാക്ക് ഉണ്ടായേ പറ്റൂ. ലൂക്ഷായെ കൊണ്ട് കൂട്ടിയേ കൂടും. എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഹാരി മഗയറും ഇവർ റിലയബിൾ അല്ല. പിന്നെ ബാക്കി 2 പേരാണെങ്കിൽ എന്താണ് അവസ്ഥ? ലിച്ച ആണെങ്കിലും ഡിലൈറ്റ് ആണെങ്കിലും ഒക്കെ ഇഞ്ചുറി പ്രോണാണ്. ഒരു നല്ല CB കൊണ്ടുപോവുക, ഒരു നല്ല ലെഫ്റ്റ് ബാക്കിനെ കൊണ്ടുപോവുക എന്നൊക്കെ സ്വാഭാവികമായിട്ടും ആരാധകരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ടെയിൽമെൻസും ആൻഡ്രി സാൻഡോസും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ്രി സാൻഡോസൊക്കെ വലിയ തുകക്ക് വന്നയാളാണ്. പ്രത്യേകിച്ച് ഒന്നും ഈ കളിയിൽ ചെയ്തില്ല. ഒറ്റ കളി കണ്ടാണോടോ താൻ വിലയിരുത്താൻ പോകുന്നത് എന്നൊക്കെ പറയാൻ ആളുണ്ടാവും. പക്ഷേ ഈ ഒറ്റ കളി കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിത്തരിച്ച് പോയിട്ടുണ്ട്. യുണൈറ്റഡിൻ്റെ ആരാധകർക്ക് അത് തന്നെയായിരിക്കും ഇപ്പോൾ പറയാനുണ്ടാവുക. എന്തായാലും കളിയിൽ 17ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ പിറക്കുന്നത്. അത് ഒരു കോർണർ കിക്കിനെ തുടർന്ന് വന്ന ബോളാണ്. അത് അദ്ദേഹം ഗോളിലേക്ക് അജായി വലയിലേക്ക് അത് അടിച്ച് കയറ്റുമ്പോൾ എന്തൊക്കെയാണ് ആ പെനാൾട്ടി ബോക്സിൽ സംഭവിച്ചത്? അത് അട്ടിത്തെറിക്കുന്നു, പോസ്റ്റിനടിക്കുന്നു, തിരിച്ചു വരുന്നു, അനായാസം വലയിലേക്ക് അടിച്ചു കയറ്റുന്നു. പിന്നീട് യുണൈറ്റഡിന് കൃത്യമായിട്ടുള്ളൊരു നീക്കങ്ങൾ നടത്തി എതിരാളികളുടെ ഫൈനൽ തേർഡിൽ ഒരു വെല്ലുവിളി ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് 38ാമത്തെ മിനിറ്റിൽ ആ ഫ്രീ കിക്കിനെ തുടർന്ന് നോബിൾ മെൻഡിയുടെ ഗോൾ കൂടി വരുന്നു. സോ ഇടവേള സമയത്ത് 2-0 ഹൾ സിറ്റി മുന്നിൽ. മാറ്റം വരുത്തിയേ പറ്റുമെന്ന് ഉറപ്പായിരുന്നു. തുടക്കത്തിൽ തന്നെ റാഷ്ഫോർഡിനെ കൊണ്ടുവന്നു. ഡോർഗുവിന് പകരം റാഷ്ഫോർഡിനെ കൊണ്ടുവന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നെങ്കിലും എതിരാളികളുടെ വലയിലേക്ക് എത്തിക്കാൻ മാത്രം കഴിയുന്നുണ്ടായിരുന്നില്ല. അതിന് മാത്രമുള്ളൊരു ഒരു ഫയർ പവർ അതിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് ആൻഡ്രി സാൻഡോസിനെ പിൻവലിച്ച് സെസ്കോയെ കൊണ്ടുവന്നു. ടെയിൽമെൻസിനെ പിൻവലിച്ച് കോബി മൈനോയെ കൊണ്ടുവന്നു. അതോടുകൂടി ഫോർമേഷനിലൊക്കെ മാറ്റം വരുന്ന കാഴ്ച. ബ്രൂണോ ഫെർണാണ്ടസ് ഒന്ന് പുറകോട്ടേക്ക് ഇറങ്ങി. നമ്പർ 10 റോളിലേക്ക് മാത്യൂസ് കുഞ്ഞ മാറുന്നു. ഗോളടിക്കാൻ അവിടെ സെസ്കോ ഉണ്ട്. അങ്ങനെയൊക്കെ മാറി. അതിനിടയ്ക്ക് ഒരു കിടിലൻ ബോള് മാത്യൂസ് കുഞ്ഞ കൊടുത്തതുമായിട്ട് എംബ്യൂമോ ഓടിക്കാറിയിരുന്നു. പക്ഷേ എതിർ ടീമിൻ്റെ ഗോൾ കീപ്പർ കിടിലനായിട്ടത് സേവ് ചെയ്യുന്ന കാഴ്ച കണ്ടു. യുണൈറ്റഡ് നീക്കങ്ങൾ നടത്തുന്നു, എതിരാളികൾ സേവ് ചെയ്യുന്നു. ഇതാണ് കണ്ടത്. കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു ഈ 2 ഗോള് അത് അവരുടെ വല്ലാത്തൊരു റിസൾട്ടിൻ്റെ ഭാഗമാണെന്ന്. അത് അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. യുണൈറ്റഡ് ക്ലീൻ ഷീറ്റ് ഉണ്ടാക്കുമോ എന്ന് നോക്കി ചോദിച്ചു പോയവർ ഹൾ സിറ്റി ക്ലീൻ ഷീറ്റുമായിട്ട് കളിക്കളം വിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏതായാലും വളരെ നിരാശ തോന്നുന്നു യുണൈറ്റഡിൻ്റെ ഈ മത്സരം കണ്ടപ്പോൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.